അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അമ്പലത്തിൽ പോകാൻ നിൽക്കുകയാണ്. നമ്മളിപ്പോഴത്തെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള അമ്പലം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകനാർക്കാവ് ക്ഷേത്രമാണ്. ശരിക്കും നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു അമ്പലം ഉണ്ടാകുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമായിട്ടാണ്. നമ്മളെ മുറ്റം റോഡാണ്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ സംസാരിച്ചിട്ട് വേറെ വണ്ടി പിറകിൽ വന്ന് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി വണ്ടിയിലേക്ക് എടുത്ത് ചാടിക്കയറി. അപ്പോൾ പറഞ്ഞു വന്നത് വീടിനടുത്തൊരു അമ്പലം ഉണ്ടെങ്കിൽ വളരെ ഒരു ഹാപ്പി മൂഡാണ് അല്ലേ. അപ്പോൾ ഞങ്ങൾ പണ്ട് താമസിച്ചത് ഓർക്കാട്ടേരി. എൻ്റെ 7ാം ക്ലാസ് വരെ ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത് ഓർക്കാട്ടേരി സ്ഥലത്താണ്. അവിടെ നമുക്ക് അടുത്ത് തന്നെ ഒരു അമ്പലം ഉണ്ടായിരുന്നു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 24 hours അമ്പലത്തിലെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അതായത് രാവിലെ എഴുന്നേറ്റ പാടനെ നേരെ പോയിട്ട് അമ്പലക്കുളത്ത് പോയി കുളിച്ച് കഴിഞ്ഞ് നേരെ എന്ത് ചെയ്യും, അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കും. എന്നിട്ട് അവിടെ നിന്ന് ഞങ്ങൾ തന്നെ ചന്ദനം തയ്ച്ച് തൊട്ട് അങ്ങനെ വീട്ടിൽ വന്ന് ചായയൊക്കെ കുടിച്ചിട്ടാണ് സ്കൂളിൽ പോവുക. വൈകുന്നേരം നേരെ തിരിച്ചു വന്ന് വീണ്ടും അമ്പലക്കുളത്ത് കുളിക്കും. ആദ്യം അമ്പലപ്പറമ്പ് കളിച്ചിട്ട് അങ്ങനെ തന്നെ അമ്പലക്കുളത്ത് കുളിക്കും. എൻ്റെ അമ്പലത്തിലെ ചടങ്ങെല്ലാം കഴിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് പോയിട്ട് പഠനവും കാര്യങ്ങളൊക്കെ. ഓരോ സീസണിൽ അങ്ങനെയാണ്. അപ്പോൾ അവിടുന്ന് 7ാം ക്ലാസ് വരെയുള്ള അമ്പലത്തിൽ ശരിക്കും പറഞ്ഞാൽ കുറേ സമയം അമ്പലത്തിന് സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ പെട്ടെന്ന് അവിടുന്ന് വീട് മാറി വടകരയ്ക്ക് മാറി. മാമൻ്റെ കൂടെ വടകര എടോടി തിയേറ്ററിൻ്റെ അടുത്ത്, അല്ലേ, എടോടി കീർത്തി തിയേറ്ററിൻ്റെ അടുത്താണ്. അവിടെ നമ്മൾ ക്ഷേത്രം എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ ഭഗവതി കോട്ടക്കലായിരുന്നു അല്ലേ അമ്മ. അപ്പൊ നമ്മളെപ്പം പോകുന്ന അമ്പലം ഭഗവതി കോട്ടക്കൽ. അത് പക്ഷെ അന്നേരം അമ്പലത്തിൽ പോകുന്നതിന്റെ ടൈംസ് ഒക്കെ കുറഞ്ഞു. മറ്റേത് രാവിലെ തൊട്ട് വൈകുന്നേരം അമ്പലത്തിൽ പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം വൈകുന്നേരമൊക്കെ പോകുന്ന ഒരു സ്ഥിതിയായി. അവിടെ നിന്ന് അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പിന്നെ മാറിയത് പഴങ്കാവ് ഹൗസിംഗ് കോളനിയിലാണ്. പഴങ്കാവ് ഹൗസിംഗ് കോളനിയിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ വീടിനടുത്തുള്ള പരവന്തല ക്ഷേത്രം അല്ലേ. പക്ഷെ അവിടെ പിന്നെ അമ്പലത്തിൽ പോകുന്നത് കുറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് വിചാരിക്കും അമ്പലമായിട്ടുള്ള കണക്ഷൻ അങ്ങനെ പോകാനുള്ള സാഹചര്യങ്ങൾ കുറഞ്ഞു വരികയാണല്ലോ, അല്ലെങ്കിൽ ഞങ്ങളുടെ ചിന്ത മാറി വരികയാണല്ലോ എന്ന് തോന്നിയിട്ടുണ്ട്. കാരണം 24 hours അമ്പലത്തിൽ നിന്ന് നമുക്ക് ആ ഒരു ലൈഫ് സ്റ്റൈൽ മാറി പല മാറ്റങ്ങളും ഉണ്ടായി. അങ്ങനെ അവിടുന്ന് നമ്മൾ നേരെ പോയത് അരവിന്ദ ഘോഷ് റോഡ് അല്ലേ. അരവിന്ദ ഘോഷ് റോഡിൽ അവിടെ താമസം മാറി. അവിടെ സിദ്ധാന്തപുരം ക്ഷേത്രം. അവിടെയും ഈ പോക്ക് പിന്നെയും കുറഞ്ഞ് ഓരോ സ്ഥലത്തും മാറുന്നതിനനുസരിച്ചിട്ട് ക്ഷേത്രത്തിൽ പോക്ക് വളരെ കുറഞ്ഞ്. പിന്നെ അതിനുശേഷം ഞങ്ങൾ സ്ഥിരമായിട്ടൊരു സ്ഥലത്ത് താമസിക്കാൻ തുടങ്ങി. അത് അവിടെ ഒരു ക്ഷേത്രം ഉണ്ടാവണം ഞങ്ങൾ ആഗ്രഹിച്ചിന്. ഒരു സ്വന്തമായിട്ടൊരു വീടെടുക്കുന്ന സ്ഥലത്ത് അരവിന്ദ ഘോഷ് റോഡ് ഞങ്ങൾ സ്വന്തമായിട്ട് എടുത്തതാണ്. പക്ഷെ എന്നാൽ അവിടുന്ന് പെട്ടെന്ന് തന്നെ മാറേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ അവസാനം ഞങ്ങൾ വീട് വാങ്ങി താമസിക്കുന്ന സ്ഥലമാണ് ശ്രീ ലോകനാർക്കാവ് ക്ഷേത്രത്തിന്റെ അടുത്ത്. വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അടുത്ത് തന്നെ ക്ഷേത്രം ഉണ്ടാവുന്ന ഒരു കാര്യം. ദിശ താമസിക്കുന്ന സ്ഥലത്ത് ദിശയുടെ നാട്ടിലേത് ക്ഷേത്രം അടുത്തുള്ളത്? നാട്ടില് അയില അമ്പലം അടുത്താണ്. പിന്നെ ചെറുകോളി ശിവക്ഷേത്രം. ചെറുകോളി അയല അമ്പലവും ചെറുകോളി ക്ഷേത്രം അല്ലെ അടുത്തടുത്താണ്. പക്ഷെ ഞങ്ങൾ വല്ലപ്പോഴേ പോവാറുള്ളൂ. അല്ല, നീ ആദ്യം സോങ്കാൽ അവിടെ താമസിച്ചെടുത്ത അമ്പലം ഉണ്ടായിരുന്നു? അവിടെ അമ്പലമൊന്നുമില്ല. സോങ്കാൽ താമസിച്ചെടുത്ത അമ്പലമില്ല. അങ്ങനെ പക്ഷെ നമ്മൾ വല്ലപ്പോഴും ഒരു കൊല്ലത്തിൽ ഓണവും വിഷുവും മാത്രമാണ് പോവാൻ പറ്റാറുള്ളത്. പോവാനുള്ള ആൾക്കാർ കൂടെ വരാൻ ആരും ഇല്ലാത്തതുകൊണ്ട്. ശരി, അങ്ങനെ ഇവിടെ എന്തോ പരിപാടി നടക്കുന്നുണ്ട്. അപ്പോൾ പരിപാടിക്കിടയിലൂടെ നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. ലോകനാർക്കാവ് ക്ഷേത്രത്തിൻ്റെ അടുത്തെത്തി. ഒരു ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ ഒരു ആംബിയൻസും കൂടെ ഉണ്ടാകുമ്പോൾ ഭയങ്കര സന്തോഷം അല്ലേ. ചിലപ്പോൾ ചില ടൗണിൻ്റെ നടുവിലൊരു ക്ഷേത്രം ഉണ്ടാകുമ്പോൾ ഒരു സുഖം തോന്നും. നേരെ മറിച്ച് നല്ല അരയാലും നല്ല തറകളും നല്ല എന്താ പറയുക നല്ലൊരു തണലൊക്കെ ഉള്ള സ്ഥലം, നല്ല കുറെ മരങ്ങളൊക്കെ ഉള്ള സ്ഥലത്ത് ഒരു അമ്പലം വരുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗി അല്ലേ. അമ്മയുടെ എക്സ്പീരിയൻസിൽ ഏതാ അമ്മ അമ്പലങ്ങളെ കുറിച്ച് പറയുമ്പോൾ? ഞാൻ ഫുൾ ടൈം ഒരു അമ്പലവാസി തന്നെ പറയും. എൻ്റെ അച്ഛൻ അമ്പലത്തിൽ പൂജാരിയായിരുന്നു. പിന്നെ അതുകൊണ്ട് അധിക സമയം ഞാൻ അമ്പലത്തിൽ അച്ഛന് വേണ്ടി ഒരു കാര്യത്തിനൊക്കെ ചെയ്ത് കൊടുക്കാനൊക്കെ പോകലുണ്ട്. പിന്നെ കുട്ടിക്കാലത്തെ അമ്പലത്തെ രാവിലെയും വൈകുന്നേരം പറഞ്ഞ പോലെ തന്നെ കുളിയെച്ച ഉദ്ദേശം ഇതൊന്നും നീന്തലും മതിക്കല് തന്നെയാ വെള്ളത്തുനിന്ന്. മറ്റു ഉദ്ദേശം അതാണ്. ഞാൻ സോപ്പിട്ട് തേച്ച് കഴുകി വൃത്തിയാവാനും പോകുന്നതല്ല. കുറെ അങ്ങോട്ട് നീന്തു, കുറെ ഇങ്ങോട്ട് നീന്തു, കുറെ ചങ്ങായി പിള്ളേരെല്ലാം ഉണ്ടാവാൻ എപ്പോഴത്തെ ഒരു. അപ്പൊ അങ്ങനെയുള്ള ഒരു അമ്പലമായിട്ട് നല്ലൊരു ടച്ചപ്പുള്ള ഒരാൾ അതിനെ കൊണ്ട് ടാക്കീസ് നല്ലൊരു സ്ഥലം ഓർക്കാട്ട് തിരുവത്തില്ല. കുഴപ്പമില്ല, എന്നാലും അടുത്ത് നടന്നു വരാൻ പറ്റിയിട്ടുണ്ടല്ലോ. അതിന്റെ ഒരു ഭാഗ്യം. കാവിലമ്മേന്റെ എല്ലാ അനുഗ്രഹവും സ്പെഷ്യലായിട്ട് പറയേണ്ടതുണ്ട് എനിക്ക്. ഞാൻ ഇവിടെ വന്നേരാണ് നമ്മളെ വീഡിയോ ചാനലും നിങ്ങളെല്ലാം പരിചയപ്പെടുകയൊക്കെ ചെയ്യാൻ അവസരം ഉണ്ടാക്കി തന്നത് കാവിലമ്മേന്റെ ഒരു കടാക്ഷം കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമ്മളിപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് പ്ലാൻ ചെയ്തപ്പോൾ നമ്മൾ എല്ലാവരും ഒന്ന് വൃത്തിയിൽ അമ്പലത്തിലേക്കായിട്ട് പോകുന്നത്. പൊതുവെ നമ്മൾ പോകുമ്പോൾ ഒന്നൊക്കെ ബൈക്കിൽ പെട്ടെന്ന് ഞാൻ ദിശേരം പോകുന്ന ബൈക്ക് കയറും അല്ലെ പെട്ടെന്ന് ഞങ്ങൾ മാത്രം ഒന്ന് പോയിട്ട് വരാം. കുട്ടികളൊന്നും കൂട്ടാണ്ടാ വരിക. ഇന്ന് ഞങ്ങൾ എല്ലാവരും പറഞ്ഞു നല്ല കുളിച്ച് വൃത്തിയായി. ദിശ സാരി ഉടുത്തിന് കേട്ടോ. സാരി ഉടുത്തത് കൊണ്ടാണ് ഇത്രയും വൈകിയത്. ഞങ്ങൾ നേരത്തെ സാരി ഉടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ കാര്യം പോക്ക. കാരണം അമ്മയെല്ലാം മുകളിൽ പോയിട്ടുള്ള ഉടുപ്പിക്കണം, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതാണ് സാരി സത്യത്തിൽ കൊടുക്കാത്തത്. പിന്നെ അപ്പൊ ഇന്നെല്ലാവരും പിന്നെ വേറൊരു കാര്യം വെച്ചാൽ ഇന്ന് സെലക്ട് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ പിള്ളേർ എക്സാം എല്ലാം കഴിഞ്ഞ് എല്ലാവരും ഫ്രീ ആയി, ടോട്ടലി ഫ്രീ ആയി. ഇപ്പൊ ദിശ കുറച്ച് ദിവസം മുമ്പേ പറയുന്നുണ്ടെന്ന് പിള്ളേർ എക്സാം എല്ലാം കഴിഞ്ഞിട്ട് പോകണമെന്ന്. അപ്പൊ അങ്ങനെ വന്നിറങ്ങിയതാണ്. അപ്പൊ ഞങ്ങളിത് നല്ല നമ്മുടെ ഗസ്റ്റ് ഹൗസ് ഒക്കെ ഒന്ന് കാണിച്ചു കൊടുക്കടാ.
ഇത് നമ്മുടെ ലോകനാർക്കാവ് ക്ഷേത്രത്തിന്റെ ഇവിടെയുള്ള ഗസ്റ്റ് ഹൗസ് ആണ്. അടിപൊളി നല്ല ആംബിയൻസ് ആണ്. അതുപോലെ തന്നെ ഇറങ്ങിക്കോ, നല്ല അടിപൊളി അരയാലും അതുപോലെ തന്നെ നല്ല ഒരു അമ്പലത്തിന്റെ ഒരു പ്രതീതി എന്ന് പറയില്ല, ഓരോ സ്ഥലത്ത് എത്തുമ്പോഴും. നടന്നു വരാനുള്ളതേ ഉള്ളൂ, കുട്ടികളിലുള്ളതുകൊണ്ട് നമുക്ക് നടന്നു വരാനുള്ളതേ ഉള്ളൂ. പക്ഷെ അവിടെ കയറ്റുണ്ട്, അത് കയറി കഴിഞ്ഞാൽ അമ്മയല്ല. അമ്മക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് എനക്കില്ല. ഞാൻ നടക്കാൻ വരും ഡെയിലി കയറുന്നതാണ്. ഓ അങ്ങനെ. അപ്പൊ ദിശാജി സാരി എടുത്തല്ലെന്ന് കാണിച്ചു കൊടുക്കും, ആൾക്കാർ കണ്ടോട്ടെ, 2 കമന്റ് ഇട്ടോട്ടെ. സാരി എടുക്കാനാ ഇഷ്ടം, പക്ഷെ കുറച്ച് റിസ്ക് ആണ്. അടിപൊളി ബ്രൗഷറൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ ലോകനാർക്കാവ് പൂരം മഹോത്സവം വരുന്നുണ്ട്. എപ്പോഴാണ് വരുന്നത്? ഏപ്രിൽ 2 അല്ലേ? ഏപ്രിൽ 2 മുതൽ 3 കൊടിയേറ്റം വൈകുന്നേരം. പിന്നെ എല്ലാ കലാപരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്ഷേത്ര കലകളി, ചാക്യാർ കുത്തോട്ടത്തിൽ കഥകളിയെല്ലാം അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുള്ള ബ്രൗഷറാണ് അല്ലേ, നന്നായിട്ടുണ്ടെങ്കിൽ നല്ല സന്തോഷം. നമ്മളെ ക്ഷണിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും ഒരു ഔദ്യോഗികമായിട്ടൊരു പറച്ചിലായിരുന്നു. എന്തായാലും താങ്ക് യു. രി ഗരി ഗരി രി 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 ഗരി ധനി നീ സരി ഗരി രി 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 ഗരി രി ധനി ധരി ധനി നി ധനി നി ധ പ മ പ ധ ധനി ധ പ മ പ രി ധനി ധ പ മ പ ധനി ധനി. രി ഗ സരി ഗ മ പ ധ പ ധ പ മ മ മ പ ധ പ മ പ ധ പ മ പ ധ നി ധ പ മ പ ധ നി ധ നി നി ധ ധ നി ധ പ മ ഗ മ പ ധ പ പ. നി ധ നി ധ നി നി ധ ധ പ മ പ നി ധ നി നി ധ ധ പ മ പ ധ നി നി ധ നി നി പ ധ നി നി മ മ നി ധ ധ നി ധ ധ നി ധ നി നി ധ ധ പ മ പ ധ നി നി. ധരി ധനി ധനി ഗരി രി ധനി ഗ ഗരി രി ധ ധനി ധ പ ധനി സ സ. രി ഗരി ഗരി രി ഗരി ഗ മ ഗരി ധനി സ ഗരി ഗ സരി നി സ ധനി സരി രി. രി ഗ സ ഗരി സരി രി ധനി സരി രി. സരി ഗരി രി ധനി ഗരി സ ധ നി സ സ. ധ നി നി ധ ധ പ ധ നി നി ധ ധ നി ധ പ മ പ നി ധ ധ നി ധ പ മ പ നി ധ ധ പ പ പ മ ധ പ മ മ ധ പ മ ഗ രി ഗ മ ഗ രി ഗരി സ സ സരി സ രി ഗ രി ഗ മ ഗ പ പ മ പ ധ പ ധ നി ധ നി സ നി ധ നി സ നി ധ നി ധ പ ധ പ മ പ മ